ആകാശിന്റെയും പ്രീതിയുടെയും കല്യാണം കൂടാൻ പറ്റാത്ത കുറച്ച് ബന്ധുക്കള് വീട്ടിലോട്ട് വരുന്നുണ്ട്. ശ്രീകുമാറും ബിന്ദുവും പ്രീതിയെ കാണാനായിട്ടാണ് വരുന്നത്. മുത്തശ്ശിയും അഞ്ജലിയും എല്ലാം ഉള്ളിലോട്ട് വിളിക്കുന്നുണ്ട്. കല്യാണത്തിന് കൂടാൻ പറ്റിയില്ല, കുറച്ച് തിരക്കുകളായി. ബിന്ദുവിനോട് ഞാൻ വരാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. അവള് പിന്നെ ഞാനില്ല എന്ന് പറഞ്ഞപ്പോ ഇങ്ങോട്ട് വന്നില്ല. അതിനെന്താ, നിങ്ങൾ കയറി വരൂ. ഞങ്ങള് മരുമകളെ കാണാനായിട്ട് വന്നതാ. അങ്ങനെ കുറച്ച് ഗിഫ്റ്റുകളായിട്ടായിരിക്കും അവര് വരുന്നത്. എന്താ അഞ്ജലി മോളെ, മോളൊന്നും മിണ്ടാത്തെ എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമല്ല, നിങ്ങൾ കയറി വരൂ എന്നും പറഞ്ഞ് അവരെ സ്വീകരിച്ചിരുത്താണ്. അഞ്ജലിയുടെ മനസ്സില് പ്രീതിയാണോ ശ്രുതിയാണോ കാണിച്ചു കൊടുക്കണ്ടേ, ഇനി രണ്ടുപേരെയും ഒരുമിച്ച് കാണിച്ചു കൊടുത്താ അതിനുള്ള മറുപടിയൊക്കെ കൊടുക്കണ്ടേ എന്നൊക്കെ കരുതി ഒരു വിഷമത്തിലായിരിക്കും. അഞ്ജലി പ്രീതിയോട് പറയാനായിട്ട് ഉള്ളിലോട്ട് പോകുന്നുണ്ട്. അക്കൂട്ടത്തില് ശ്രുതിയെയും വിളിക്കണമെന്ന് അഞ്ജലിയുടെ മനസ്സിലുണ്ടായിരിക്കും. അങ്ങനെ കയറി പോകുന്ന വഴിക്കായിരിക്കും അഞ്ജലിക്ക് ചെറുതായി ഒന്ന് തല കറങ്ങുന്നത്. ഈ സമയത്ത് വീഴാനായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ അശ്വിൻ വന്ന് പിടിക്കുന്നുണ്ട്. എന്താ ചേച്ചി, എന്താ പറ്റിയേ എന്നൊക്കെ അശ്വിൻ ചോദിക്കുകയാണ്. കുഞ്ഞ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു തലച്ചിട്ടല് അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുവാണ്. എന്താ ചേച്ചി, ചേച്ചി പ്രഗ്നന്റ് ആണെന്ന് അറിയില്ലേ? എന്നിട്ടും എന്താ ഇത്ര ശ്രദ്ധയില്ലാതെ നടക്കുന്നേ? കുറച്ച് റെസ്റ്റൊക്കെ എടുക്കണം, ഇങ്ങനെ കോണി കയറുമൊന്നും വേണ്ട എന്ന് കുഞ്ഞൻ പറയാണ്. ഇല്ലടാ, അതൊന്നും കുഴപ്പമില്ല കുഞ്ഞ. പിന്നെ ഒരു കാര്യം, നിന്റെ അടുത്ത് ഞാൻ ആ വള ശ്രുതിക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ, നീ എന്താ അത് അവൾക്ക് കൊടുക്കാത്തെ? അവളുടെ കയ്യിൽ ആ വള കാണുന്നില്ലല്ലോ. അയ്യോ അത് ചേച്ചി, അത് ഞാൻ മറന്നുപോയതാ. എന്താടാ മറക്കുന്നേ? അതമ്മ നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കാനായിട്ട് എന്നെ ഏൽപ്പിച്ച വളയാ. ആ വള നീ കൊടുക്കാതിരുന്ന അത് അമ്മയ്ക്ക് വല്ലാത്ത സങ്കടാവില്ലേ? നീ എന്തായാലും ആ വള അവൾക്ക് കൊടുക്ക്. ഞാൻ ഇപ്പം തന്നെ കൊടുക്ക് ചേച്ചി, അത് ഞാൻ മറന്നുപോയതാന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ കുഞ്ഞും പറയാണ്. പിന്നീടായിട്ട് കാണിക്കുന്നത് ഒരുങ്ങി വരികയാണ് ശ്രുതി. ഈ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ഇത് ഭയങ്കര ടൈറ്റ് ആണല്ലോ, ഇനി അഞ്ജലി ചേച്ചി മാറി തന്നതായിരിക്കോ? ഭയങ്കര ടൈറ്റ് എന്ന് പറയുന്നു. അങ്ങനെ കുമ്പിടുന്ന സമയത്ത് ശ്രുതിയുടെ ബ്ലൗസ് അങ്ങ് കീറാണ്. അയ്യോ, ഇനി എന്താ ചെയ്യാ എൻ്റെ കുട്ടീഷ്ണ, നീ എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? അല്ല വേണ്ട, നിന്നെ ഇനി ഞാൻ വിളിക്കുന്നില്ല. നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിലും ഒരു കാര്യമില്ല. ഈ ബ്ലൗസിന്റെ കാര്യേ ഞാൻ നോക്കിക്കോളാം. എന്തായാലും ഇത് തുന്നിയെടുക്കാം എന്നും പറഞ്ഞ് ശ്രുതി ഉള്ളിലോട്ട് പോവാണ്. മാറ്റിയിടാനാണെങ്കിൽ ശ്രുതിയുടെ കയ്യിൽ ഡ്രസ്സും കാണില്ല. പിന്നെ അവിടെ കിടക്കുന്ന അശ്വിൻ്റെ ഷർട്ട് ഇട്ട് ആ ബ്ലൗസ് ഇരുന്ന് തുന്നുമായിരിക്കും. ഷർട്ടാണെങ്കിൽ കൈ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയായിരിക്കും. അത് കയറ്റുന്ന സമയത്ത് അശ്വിൻ്റെ ഷർട്ടും കീറാണ്. ഷോ, ഇത് കീറിയല്ലോ, ഇനി ആ കടലുമുട്ടായോട് ഇതിനും സമാധാനം പറയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ ഇരുന്ന് തയ്ക്കുമായിരിക്കും. എന്നാ മനോരമയ്ക്ക് എന്തൊക്കെയോ മനസ്സിലൊരു സംശയം തോന്നിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അതിങ്ങനെ ആലോചിക്കുകയായിരിക്കും. അങ്ങോട്ട് മോനേട്ടൻ വരുന്നുണ്ട്. ഈ സമയത്ത് നിന്നിങ്ങനെ ഭാവങ്ങളൊക്കെ കാണിക്കുന്ന കാണുമ്പോൾ മോനേട്ടൻ മനോരമയോട് ചോദിക്കുന്നുണ്ട്, എന്താ നീ കഥകളി കളിക്കുകയാണോ? എന്താ അങ്ങനെ ചോദിച്ചേ? നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നും. ഞാനേ തിങ്ക് ചെയ്യായിരുന്നു. അതാണോ? ഈ സമയത്ത് നിന്റെ മുഖത്ത് എല്ലാ ഭാവങ്ങളും വന്നിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നും. ഞാനാകെ ടെൻഷനില്ല. എന്താ നിന്റെ പ്രശ്നം? ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, നമ്മളറിയാത്ത എന്തൊക്കെയോ ഇവിടെ പുകയുന്നുണ്ട്. ഇവര് സംസാരിക്കുന്നതാണെങ്കിൽ അശ്വിൻ കേൾക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ പുറകിലൂടെ അങ്ങ് പോന്നു. പിന്നീട് ഒളിഞ്ഞു നിന്ന് സംസാരിക്കുന്നതൊക്കെ കുഞ്ഞൻ കേൾക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് മനോരമ പറയുന്നുണ്ട് മോഹനനോട്, അല്ല മോനേട്ടാ, ഒരു കാര്യമുണ്ട്, ഇവിടെ എന്തൊക്കെയോ നടക്കുക. അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ഒരു മുറിയിലല്ലേ കിടക്കേണ്ടേ കല്യാണം കഴിഞ്ഞ സമയത്ത്? ഇതിപ്പോ ഒരാള് ബാൽക്കണിയിലും ഒരാള് റൂമിലുമാണെന്നാ തോന്നുന്നേ. നിനക്കെന്താ അങ്ങനെ തോന്നാൻ? അല്ല, നീ അങ്ങനെ അറിയാതെ ഇവിടെ ഒന്നും നടക്കില്ലല്ലോ. എല്ലാ കാര്യങ്ങളും നീ കണ്ടുപിടിക്കുന്ന ആളല്ലേ. ഇതിപ്പോ എന്തു തോന്നി എന്നൊക്കെ മോഹനൻ ചോദിക്കുകയാണ്. ഞാനേ ബാൽക്കണിയിലോട്ട് പോയ സമയത്ത് അവിടെ ബെഡ്ഷീറ്റും തലയിണൊക്കെ കിടക്കുന്നു. അപ്പൊ പിന്നെ എന്തായാലും ഒരാള് ബാൽക്കണിയിലായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കുക. അത് പിന്നെ ചൂടെടുത്തിട്ടായിരിക്കും. നീ എന്തിനാ ഇതിന്റെ പുറകെയൊക്കെ നടക്കുന്നേ? ചൂടെടുത്തിട്ടോ? നിങ്ങൾ ഇത്ര പൊട്ടരായല്ലോ. ചൂടെടുക്കുകയാണെങ്കിൽ AC ഇട്ടൂടെ? ഇതേ ചൂടെടുത്തിട്ടൊന്നുമല്ല, എന്തൊക്കെയോ നടക്കുന്നുണ്ട്. എന്തായാലും ഞാൻ കണ്ടെത്തും. നിന്നെ കൊണ്ട് ഞാൻ തോറ്റു എൻ്റെ മനോരമേ. നീ ഇതൊക്കെ ഒന്ന് വിട്, അവരുടെ കാര്യം അവര് നോക്കിക്കോളും, നീ അതിൽ ഇടപെടണ്ട. എന്നാലും അങ്ങനെയല്ലല്ലോ. എന്നാ നീ നേരിട്ട് തന്നെ അശ്വിൻ്റെ അടുത്ത് ചോദിക്ക്. അങ്ങനെ ചോദിച്ചാൽ പറയുന്ന ആൾക്കാരാണെന്ന് മോനേട്ടന് തോന്നുന്നുണ്ടോ? അശ്വിനായാലും ശ്രുതി ആയാലും അതെ, സമ്മതിച്ചു തരില്ല. അതുകൊണ്ട് ഞാനിത് കണ്ടെത്തും എന്ന് പറയുന്നു. അങ്ങനെ മോനൻ പറയുന്നുണ്ട്, നീ എന്തെങ്കിലൊക്കെ ചെയ്യേ, ഞാൻ താഴോട്ട് പോവാണെന്നും പറഞ്ഞ് മോഹനൻ താഴോട്ടങ്ങ് പോവാണ്. എന്നാ ഇതെല്ലാം നമ്മുടെ കുഞ്ഞൻ കേൾക്കുന്നുണ്ട്. ഈ സമയത്തായിരിക്കും മനോരമ എങ്ങനെ പറയുന്നേ,
24 മണിക്കൂറിനുള്ളിലെ ഇതിന്റെ സത്യം ഞാൻ കണ്ടെത്തിയിരിക്കും എന്ന് മനോരമ പറയുന്നതൊക്കെ കുഞ്ഞൻ കേൾക്കുന്നു. അങ്ങനെ അശ്വിൻ ഉള്ളിലോട്ട് പോകുന്നുണ്ട്. ഡോറ് തുറക്കുന്ന ഒച്ച കേട്ട് ശ്രുതി പറയുന്നുണ്ട്, വന്നെന്നാ തോന്നുന്നേ കടലമിഠായി, ഇനിയിപ്പോ അതൊരു പ്രശ്നമായിരിക്കും എന്നും പറഞ്ഞ് വേഗം അവിടുന്ന് ഡ്രസ്സെല്ലാം എടുത്ത് ഓടുകയാണ്. എന്നിട്ടൊരു കർട്ടന്റെ മറവില് ഒളിച്ചു നിൽക്കാണ്. അശ്വിനാണെങ്കിൽ ഓടുന്നതും കർട്ടന്റെ മറവില് ഒളിച്ചിരിക്കുന്നൊക്കെ കാണുന്നുണ്ട്. എന്താ നീ ഇവിടെ കാണിക്കുന്നേ? നീ എന്താ ഒളിച്ചുകളി കളിക്കുകയാണോ എന്നൊക്കെ ശ്രുതിയോട് ചോദിക്കുന്നു. അങ്ങനെ കർട്ടൻ മാറ്റുകയാണ്. ഈ സമയത്തായിരിക്കും മനോരമ ഒരു ബൈനോക്കുലറൊക്കെ എടുത്ത് ജനലിലൂടെ ഇങ്ങനെ നോക്കുന്നത്. ഇവരെന്താ ഉള്ളിൽ ചെയ്യുന്നതെന്ന്. പെട്ടെന്ന് ദേഷ്യപ്പെടാൻ വന്ന അശ്വൻ നേരെ കാണുന്നത് മനോരമയായിരിക്കും. ഈ സമയത്ത് വല്ലാത്തൊരു ചിരിയായിരിക്കും അശ്വന്റെ മുഖത്ത്. മനോരമയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്ന് അശ്വിന് ഉറപ്പാണല്ലോ. എന്നാ പിന്നെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാല് ആ സംശയം അങ്ങ് മാറിക്കോട്ടെ എന്ന് കരുതിയിട്ട് നമ്മുടെ ശ്രുതിയെ ഇങ്ങനെ 2 കൈ വെച്ച് പിടിച്ച് വലിക്കുന്നുണ്ട്. നീ ഒളിച്ചിരുന്ന ഞാൻ കണ്ടെത്തില്ല എന്നാണോ നീ കരുതിയത്? നീ എന്നെ കാണാതെ എവിടെ മാറി ഒളിച്ചിരുന്നാലും നിന്നെ ഞാൻ കണ്ടെത്തും. എന്താ നടക്കുന്നതെന്ന് അറിയാതെ ശ്രുതി അന്തം വിട്ട് നിൽക്കുമായിരിക്കും. നീ എന്നെ ഇങ്ങോട്ട് നിന്നേ, ഞാൻ നിനക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ഗിഫ്റ്റ്. നിന്റെ കൈ നീട്ട്. ഇതേ എൻ്റെ അമ്മ എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാനായിട്ട് ചേച്ചിയുടെ കയ്യിൽ ഏൽപ്പിച്ചതാ. ഇത് ഞാൻ നിന്റെ കയ്യിലിട്ട് തരാം. അങ്ങനെ കൈ പിടിച്ച് നമ്മുടെ ശ്രുതിക്ക് ആ വളയിട്ട് കൊടുക്കുകയാണ്. എന്നാ മനോരമ പറയുന്നുണ്ട്, ഞാനിപ്പോൾ എന്താ കാണുന്നേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എല്ലാം നോക്കി നിൽക്കുമായിരിക്കും. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? എന്നോടുള്ള പിണക്കം ഇതുവരെ തീർന്നില്ലേ? ഇടയ്ക്കിടയ്ക്ക് മനോരമയെ എങ്ങനെ അശ്വൻ നോക്കുന്നുണ്ട്. എന്നാ മനോരമ പറയുന്നുണ്ട്, അയ്യോ ഇതെന്താ നടക്കുന്നേ? ഇവൻ ഇത്രയ്ക്ക് റൊമാൻറ്റിക്കോ? ഇത് ഓവർ ആക്ടിങ് അല്ലേ? ഇതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ മനോരമ പറയുന്നുണ്ട്. എന്നാ വീണ്ടും അശ്വിൻ ശ്രുതിയോട് പറയുന്നുണ്ട്, ഇന്നലെ നീ ബാൽക്കണിയിൽ തനിയെ കിടന്നല്ലേ? അതെനിക്ക് തിരക്കായോണ്ടല്ലേ, എനിക്ക് കുറച്ച് വർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ നിന്റെ കൂടെ കിടക്കാഞ്ഞ്. ഇന്ന് എന്തായാലും ബാൽക്കണിയിൽ നമുക്ക് 2 പേർക്കും കിടക്കാം എന്നൊക്കെ അശ്വിൻ ശ്രുതിയെ നോക്കി പറയാണ്. മനോരമയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആൻറ്റി പോയെന്ന് ഉറപ്പാക്കിയതിന് ശേഷം അശ്വിൻ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനടി എൻ്റെ ഷർട്ട് എടുത്തിട്ടെ? അത് പിന്നെ അഞ്ജലിമയുടെ എനിക്ക് തന്ന ഡ്രസ്സ് ഭയങ്കര ടൈറ്റായിരുന്നു, അത് കീറിപ്പോയി. അത് ഞാൻ തുന്നുമായിരുന്നു. അപ്പോൾ മാറ്റിയിടാൻ എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായില്ല, അതുകൊണ്ടാണ് ഞാൻ ഷർട്ട് എടുത്തിട്ടെ. നിന്റെ കയ്യിൽ വേറൊരു ഡ്രസ്സും ഇല്ലേ? എൻ്റെ ഷർട്ട് തന്നെ നീ എടുത്തിടണോ എന്നൊക്കെ പറഞ്ഞ് അശ്വിൻ ചീത്ത പറയാണ്. അപ്പോഴായിരിക്കും ഷർട്ട് കീറിയത് കാണുന്നത്. നീ ഈ ഷർട്ടും കീറിയോ? നിന്നെക്കൊണ്ട് നിനക്ക് ഞാനേ 1 മിനിറ്റ് സമയം തരും, അതിനുള്ളിൽ എൻ്റെ ഷർട്ട് എനിക്ക് തിരികെ തന്നോളണം എന്നും പറഞ്ഞ് അശ്വിൻ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ശ്രുതി വീണ്ടും അത് തയ്ക്കാൻ തുടങ്ങുകയാണ്. ഡ്രസ്സെല്ലാം മാറ്റിയിടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മനോരമയ്ക്ക് ഭയങ്കര സംശയം. അതുകൊണ്ട് തന്നെ അഞ്ജലി ബേബിയെ വിളിക്കുന്നുണ്ട്. മോളെ അഞ്ജലി ബേബി, നീ ഒന്നിങ്ങ് വന്നേ, എനിക്കൊരു സംശയം. ഈ അശ്വിനും ശ്രുതിയും തമ്മിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുകളുണ്ട്. അതെന്താ? എനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിട്ടുണ്ട്. എന്തായാലും അതൊന്ന് തീർക്കണം. ഈ സമയത്ത് മുത്തശ്ശി വരുന്നുണ്ട്. എന്താ മനോരമേ, എന്താ നിന്റെ പ്രശ്നം? അത് പിന്നെ അശ്വിൻ്റെയും ശ്രുതിയുടെയും കാര്യമാണ്. അങ്ങനെ പറയാൻ നേരത്ത് അഞ്ജലി പറയുന്നുണ്ട്, ആൻറ്റി ഇവിടെ ഗസ്റ്റ് വന്നിരിക്കുകയല്ലേ, അവരെ കാര്യം നോക്കിയിട്ട് പോരെ നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ. മനോരമേ ഇപ്പൊ വിരുന്നുകാരുടെ കാര്യങ്ങൾ നോക്ക്, ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പറയാം, വാ നീ വന്നേ എന്നും പറഞ്ഞ് മനോരമയെ വിളിക്കുകയാണ്. അഞ്ജലി ആണെങ്കിൽ എന്നാ ഞാൻ അവർക്കുള്ള കോഫി എടുത്ത് വരാമെന്നും പറഞ്ഞ് അഞ്ജലി പോകുന്നു. അങ്ങനെ ഗസ്റ്റുകളോട് ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. കല്യാണത്തിന് ഞങ്ങൾക്ക് കൂടാൻ പറ്റാത്ത സാഹചര്യമായി പോയോണ്ടാ, അല്ലെങ്കിൽ ഞങ്ങൾ എന്തായാലും കല്യാണത്തിന് കൂടിയേനെ. ബിന്ദുവിനോട് ഞാൻ പലതവണ പറഞ്ഞതാ നീ പോയി കല്യാണം കൂടെന്ന്. ഞാനില്ലാത്ത കാരണം അവളും വരുന്നില്ല എന്ന് പറഞ്ഞു. അതൊന്നും സാരമില്ല. അങ്ങനെ അഞ്ജലി കോഫി കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും മധുരം വേണ്ടാത്തതുണ്ടോ? ഞാൻ വിത്തൗട്ടും എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാണ്. അതെന്തായാലും നന്നായി. ഞാനിപ്പോൾ മധുരമൊന്നും അങ്ങനെ കഴിക്കാറില്ല, ഷുഗറൊന്നും ഇല്ല. എന്നാലും ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതല്ലേ, പ്രായമായി വരുമല്ലേ. അങ്ങനെ ശ്രീകുമാർ പറയുന്ന സമയത്ത് മനോരമയും പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഡയറ്റില്ല, ഇപ്പം ഞാൻ പഞ്ചസാര ഉപ്പൊന്നും ആഡ് ചെയ്യാറില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ബിന്ദു ചോദിക്കുന്നുണ്ട്, എന്താ മനോരമേ ഇതുവരെ നിന്റെ മരുമകളെ കാണിച്ചില്ലല്ലോ? നിന്റെ മരുമകളെ കാണിക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് എന്ത് ബുദ്ധിമുട്ട്? അതൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനെ മനോരമ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ഏത് മരുമകളെ കാണിക്കുക എന്ന് പറയുമ്പോഴായിരിക്കും നമ്മുടെ പ്രീതി വരുന്നത് ചിരിച്ചുകൊണ്ട്. അതേ സമയത്ത് തന്നെയായിരിക്കും ശ്രുതിയും താഴോട്ട് വരുന്നത്. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇവിടെ വെച്ചാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നാളെ വീണ്ടും കാണാം. ബൈ.